കല്ലുകൾ സംസാരിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭാരതീയ വാസ്തുവിദ്യയിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു അത്ഭുതമുണ്ട്. 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആധുനിക യന്ത്രങ്ങളോ സാങ്കേതിക വിദ്യകളോ ഇല്ലാതിരുന്ന കാലത്ത് കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ ശില്പികൾ പാറക്കല്ലുകളെ ചരിത്രവും പുരാണവും സംസാരിക്കുന്ന കലാസൃഷ്ടികളാക്കി മാറ്റുകയായിരുന്നു. 750 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ പോലെ അത്യാധുനിക യന്ത്രങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ഒരുപറ്റം മനുഷ്യർ പാറക്കല്ലുകളിൽ കവിത എഴുതുകയായിരുന്നു. ഓരോ തൂണിലും ഓരോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് അവർ സൃഷ്ടിച്ചത് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു നിർമ്മാണ വിസ്മയമാണ്. ബേലൂരും ഹലേബീഡുവും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ അവയെ പോലും മറികടക്കുന്ന അത്ഭുതങ്ങളും രഹസ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്ന മറ്റൊരിടമുണ്ട്. അതാണ് കർണാടകയിലെ സോമനാഥപുരത്തെ കേശവക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിൽ സോമനാഥ ദണ്ഡനായക എന്ന സൈന്യാധിപൻ രാജാവിനോടുള്ള ഭക്തിയേക്കാൾ ഉപരിയായി വരും തലമുറയ്ക്ക് അത്ഭുതപ്പെടാൻ വേണ്ടിയാണ് സോമനാഥപുരം ക്ഷേത്രം പണിതത്. കല്ലുകളിൽ അദ്ദേഹം കാവ്യം രചിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഏതാനും വർഷങ്ങൾക്കപ്പുറം ആ ക്ഷേത്രമുറ്റത്തേക്ക് കുതിരക്കുളം പടികളോടെ ഒരു വലിയ ശത്രു സൈന്യം പാഞ്ഞടുത്തു. അവർ ആദ്യം കൈവച്ചത് ആ ക്ഷേത്രത്തിന്റെ ഹൃദയത്തിലായിരുന്നു, അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയിൽ. ആ രാത്രിയിൽ ആ വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചു? വരികളില്ലാത്ത ചരിത്രത്താളുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കർണാടകയിലെ മൈസൂരിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയായി കാവേരി നദിക്കരയ്ക്ക് സമീപമാണ് സോമനാഥപുര. 1268 ഹൊയ്സാല രാജാവായ നരസിംഹ മൂന്നാമന്റെ സൈന്യാധിപൻ സോമനാഥ ദണ്ഡനായകയാണ് ഈ ശില്പഗോപുരം പടുത്തുയർത്തിയത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നുമാണ് ഈ സ്ഥലത്തിന് സോമനാഥപുരം എന്ന പേര് ലഭിച്ചത്. വെറുമൊരു ആരാധനാലയം എന്നതിലുപരി ഹൊയ്സാല വാസ്തുവിദ്യയുടെ ഔന്നത്യം വിളിച്ചോതുന്ന ഒരു കലാവിദ്യാലയമാണിത്. മറ്റു പല ക്ഷേത്രങ്ങളും വിജയങ്ങളുടെ സ്മരണയ്ക്കായി നിർമ്മിക്കുമ്പോൾ ഈ ക്ഷേത്രം വൈഷ്ണവ ഭക്തിയുടെയും ഹൊയ്സാല കലയുടെയും പാരമ്യമായിട്ടാണ് പണിതത്. ഇവിടെ വിഷ്ണുവിന്റെ വിവിധ ഭാവങ്ങളിലുള്ള 194 വലിയ ശില്പങ്ങളുണ്ട്. അന്ന് ഹൊയ്സാല സാമ്രാജ്യം കല, സംസ്കാരം, വാസ്തുവിദ്യ എന്നിവയിൽ വളരെ മുന്നിലായിരുന്നു. ബേലൂർ, ഹലബീഡു പോലുള്ള അത്ഭുത ക്ഷേത്രങ്ങൾ നിർമ്മിച്ച അതേ കലാകാരന്മാരുടെ പാരമ്പര്യത്തിലാണ് ഈ ക്ഷേത്രവും പിറന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ നമ്മെ ആദ്യം ആകർഷിക്കുന്നത് അതിന്റെ ഘടനയാണ്. സാധാരണ ക്ഷേത്രങ്ങളെപ്പോലെ ചതുരാകൃതിയിലല്ല ഇത്. സ്റ്റെല്ലൈറ്റ് പ്ലാറ്റ്ഫോം എന്നറിയപ്പെടുന്ന പല കോണുകളായി പുറത്തേക്കും അകത്തേക്കും തിരിഞ്ഞു നിൽക്കുന്ന നക്ഷത്രാകൃതിയിലുള്ള തറയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ ഹൊയ്സാല വാസ്തുശാസ്ത്രത്തിൽ ജഗതി എന്നാണ് വിളിക്കുന്നത്. 5 നിലകളുള്ള നക്ഷത്ര രൂപകൽപ്പനയാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. ഈ ജഗതി ഏകദേശം 3 അടി ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് 2 പ്രധാന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് ക്ഷേത്രത്തെ ഉയർത്തി കൂടുതൽ ഭംഗിയുള്ളതാക്കുക. രണ്ടാമത്തേത് ഭക്തർക്ക് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്താനുള്ള പാത ഒരുക്കുക. 16 കോണുകളുള്ള അടിത്തറ ക്ഷേത്രത്തിന് കൂടുതൽ കരുത്തും സൗന്ദര്യവും നൽകുന്നു. സൂര്യപ്രകാശം ഏത് ദിശയിൽ നിന്ന് വന്നാലും ശില്പങ്ങളിൽ വ്യക്തമായ നിഴലുകൾ വീഴുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹൊയ്സാല ശില്പികൾ ജാമിതീയ രൂപകൽപ്പനയിൽ എത്രമാത്രം പ്രാവീണ്യം നേടിയിരുന്നുവെന്ന് ഈ സൃഷ്ടി തെളിയിക്കുന്നു. പ്രകാരഭിത്തികളാൽ ചുറ്റപ്പെട്ട ചതുരാകൃതിയിലുള്ള ഒരു വലിയ മുറ്റത്തിന്റെ മധ്യത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശക്തമായ മതിലുകളാൽ ചുറ്റപ്പെട്ട ഈ സമുച്ചയം ഒരു കാലത്ത് ഭക്തജനങ്ങളാലും പൂജാരിമാരാലും നിറഞ്ഞു നിന്നിരുന്നിരിക്കാം. ചരിത്രരേഖകൾ പ്രകാരം ഇവിടെ ഒരു കാലത്ത് 56 ചെറിയ ദേവാലയങ്ങളുണ്ടായിരുന്നു. ഇന്ന് അവയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. പ്രധാന പ്രവേശന കവാടത്തിലൂടെ കടന്നാൽ ആദ്യം എത്തുന്നത് മുഖമണ്ഡപത്തിലേക്കാണ്. അതിനുശേഷം നവരംഗ മണ്ഡപം. ലേത്ത് തിരിച്ചു നിർമ്മിച്ച അത്ഭുത സ്തംഭങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന ഈ മണ്ഡപം ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗമാണ്. മറ്റൊരു അത്ഭുതം ഇവിടുത്തെ തൂണുകളാണ്. ചില തൂണുകളിൽ നോക്കിയാൽ നമ്മുടെ മുഖം കണ്ണാടിയിൽ എന്ന പോലെ വ്യക്തമായി കാണാൻ സാധിക്കും. മൃദുവായ സോപ്പ് കല്ലുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം ശില്പികൾക്ക് ഏറ്റവും ചെറിയ ചലനങ്ങൾ പോലും കല്ലിൽ ആവിഷ്കരിക്കാൻ സഹായകമായി. മൃദുവായ ഈ കല്ല് സൂക്ഷ്മമായ കൊത്തുപണികൾക്ക് അനുയോജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പൂക്കളും ആഭരണങ്ങളും വസ്ത്രങ്ങളുടെ മടക്കുകളും വരെ അത്ഭുതകരമായ കൃത്യതയോടെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ശില്പങ്ങളുടെ വ്യക്തത നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ശില്പികളുടെ കഴിവിന്റെ തെളിവാണ്. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മെ വരവേൽക്കുന്നത് കണ്ണാടി പോലെ മിനുക്കിയെടുത്ത് ലേത്ത് ടേൺഡ് തൂണുകളാണ്. വലിയ ഉരുണ്ട തൂണുകൾ യന്ത്രസഹായത്തോടെ കടഞ്ഞെടുത്തതുപോലെ മിനുസമുള്ളവയാണ്.
ഓരോ സ്തംഭവും വ്യത്യസ്ത രൂപകൽപ്പനകളുള്ളവയാണ്. വെളിച്ചം പതിക്കുന്നതിനനുസരിച്ച് അവയുടെ സൗന്ദര്യം മാറി മാറി പ്രത്യക്ഷപ്പെടുന്നു. ഇത്രയും ഭാരമേറിയ കല്ലുകൾ അക്കാലത്ത് എങ്ങനെയാണ് ഇത്ര കൃത്യതയോടെ രൂപപ്പെടുത്തിയത് എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ അത്ഭുതം അതിന്റെ പുറംഭംഗിയിലല്ല, അകത്തളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിലാണ്. അടുത്ത ഭാഗത്തിൽ നൂറ്റാണ്ടുകളായി ഗവേഷകരെ പോലും അമ്പരപ്പിച്ച തൂണുകളെയും ത്രികുട ഘടനയെയും കുറിച്ച് അറിയാം.